ആയി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഈ വീട്ടിൽ നിറച്ച് പ്രേതബാധയാണ് ഗൈസ്. അപ്പോൾ പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇനി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ വീടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചേട്ടനും കൂടി എടുത്ത്. ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും എന്തായാലും മാറാൻ പോകുന്നത് ഒരുമിച്ച്. പിന്നെ ചേട്ടനാണെങ്കിൽ ബാംഗ്ലൂരിൽ പോയേക്കാണ് ഗൈസ്. കുറച്ച് ഒരു മിസ്റ്റീരിയസ് കേസിൻ്റെ ബന്ധമായിട്ടാണ് പോകുന്നത് ഗൈസ്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് അറിയണം ഗൈസ്, ഇന്ന് ഒരു മഴക്കാറുള്ള പോലെ എനിക്കെന്തോ ഒരു അൺഫെയർ ആയിട്ട് തോന്നാനോ ഇന്നത്തെ ഒരു ദിവസം. പിന്നെ ഞാൻ ഇന്നലെ വന്നുള്ളൂ ബാംഗ്ലൂരിൽ നിന്ന്. എന്തായാലും നമുക്ക് ചേട്ടനെ വിളിക്കാം. ഹലോ ചേട്ടാ. ചേട്ടൻ അറിഞ്ഞോന്ന് അറിയണോ, ഞാൻ ഒരു പുതിയ വീട് എടുത്തു. എന്തായാലും നമ്മുടെ ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ അറിയാലോ. എന്താന്ന് അറിയണോ ചേട്ടാ, വിട്ട് പോണു. കോളൊന്നും അത്ര ക്ലിയർ ആണല്ലോ. എന്തായാലും നമുക്ക് ചേട്ടൻ എന്തായാലും വീടെത്താറായിട്ടോ. ഓക്കെ. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ടോട്ടൽ അൺഫെയർ ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കണേ. ഇന്നൊരു പൊട്ടഡേ ആണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ചേട്ടാ അവരൊന്ന് സർപ്രൈസ് എന്ന് പറയണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബുള്ളറ്റാണ്. ഇവിടെ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് എന്താണെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഒരു ബാഡ് ഡേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവരെന്തായാലും നമ്മളിത് ഉണ്ടാക്കി വീടല്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ പുതിയ ഒരു സർപ്രൈസൊക്കെ തന്നതായിരിക്കും ഈ ബുള്ളറ്റ്. അവർ പറയണ്ടായി. എന്താണെന്ന് പറയുന്നത് ഗൈസ്, ഇന്നൊരു ബാഡ് ഡേ ആയിട്ടാണ് ഗൈസ് എനിക്ക് തോന്നണേ. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്. ശരി.